ചങ്ങനാശ്ശേരിയിൽ എൻ.ഡി.എയുടെ കൺവെൻഷൻ ബി രാധാകൃഷ്ണ മേനോന് വേണ്ടി ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഈ കൺവെൻഷനിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് ഗോവ ഗവർണറായിരുന്ന മുൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീ ശ്രീധരൻ പിള്ളയാണ്. അദ്ദേഹമാണ് ഇവിടെ ഈ പരിപാടിയിൽ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്താൻ വന്നിരിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയായ ശ്രീ പ്രീതി നടേശനാണ്. നമ്മളെല്ലാവരും പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും ചേർന്ന് SNDPയുടെയും SM ട്രസ്റ്റിൻ്റെയൊക്കെ അംഗങ്ങളായി പോകുന്നു. പക്ഷേ നമ്മൾ അവരുടെ പ്രസംഗങ്ങളോ അവരെ പറയുന്നത് എന്താണെന്നോ ആരും കേട്ടില്ല. ഇവിടെ വന്നിരിക്കുന്ന ജനങ്ങളെല്ലാം ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് അവരുടെ വാക്കുകൾ ഓരോന്നും. അവർ ബുദ്ധിപരമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല, ഒന്നും അറിയാറില്ല, അതിനെക്കുറിച്ചൊന്നും പറയാറില്ല. പക്ഷേ ഇപ്പോൾ വ്യക്തമായിട്ട് രാഷ്ട്രീയം പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വേദിയിൽ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രീതി നടേശൻ്റെ ഭാര്യ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയും വയസ്സാം കാലത്താണോ പ്രസംഗിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ തമാശ രൂപേണ പറയുമെങ്കിലും അതെല്ലാം തെള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു വീട്ടമ്മ എങ്ങനെ ജീവിക്കണം ആ കാര്യങ്ങളെല്ലാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ട് 20 പേരും 30 പേരുമല്ല MLA ആവേണ്ടത്, 100 കണക്കിന് പേര് MLA ആകണം. ഇവിടെ കേരളത്തിൽ BJP ഭരണം വരണമെന്ന് അസംഹിതമായിട്ട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ സാധാരണ ജനങ്ങൾ വരെ ഞെട്ടിപ്പോയി. ഈ അഴകുഴമ്പൻ നയമായിട്ട് പോകാതെ ഒരു സ്ഥാനത്ത് ഒരിടത്ത് നിന്നുകൊണ്ട് ഒരേ കാര്യം പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് വരുന്നു? മുൻകാലങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ്റെ വേദിയിൽ പോയി തിരികൊളുത്തിക്കൊണ്ട് അവിടെ പറഞ്ഞതും ഈ ബൈപ്പാസ് പൂർത്തീകരിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു MP വീട്ടിൽ ചെന്നതും അവിടെ ചെന്ന് എന്താണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അത്തരം കാര്യങ്ങളെല്ലാം ഇന്ന് ഇവിടെ ആശംസാ പ്രസംഗം അല്ലെങ്കിൽ മുഖ്യ പ്രഭാഷണം നടത്തിയപ്പോൾ വളരെ ആവേശത്തോടുകൂടി പറഞ്ഞിരിക്കുകയാണ്. എല്ലാ ജനവിഭാഗങ്ങളും അത് രാധാകൃഷ്ണ മേനോനുമായിട്ടുള്ള എന്തെങ്കിലും അടുപ്പമാണോ വ്യക്തിപരമായ കാര്യം കൊണ്ടാണോ ഇവിടെ മുഖ്യ പ്രഭാഷണം എത്തിയതെന്ന് പോലും നമ്മൾ അതിശയിച്ചിരുന്നതാണ്. പക്ഷേ രാഷ്ട്രീയം എന്താണെന്നും രാജ്യം എന്താണെന്നും കേരള സംസ്ഥാനം എന്താണെന്നും ഇവിടുത്തെ രാഷ്ട്രീയ രീതികൾ എന്താണെന്നും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെ ആവേശപൂർവ്വമായിട്ട് ആണ് അദ്ദേഹം സംസാരിച്ചത്. അതേപോലെ തന്നെ ഗോവ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞു വന്നിട്ട് അദ്ദേഹത്തെ ശ്രീധരൻ പിള്ള എങ്ങും കാണുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വളരെ ആവേശപൂർവ്വമാണ് ഇന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഇതൊരു തുടക്കമാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രശ്നമില്ല. അദ്ദേഹത്തിൻ്റെ മുഖ്യ ഉദ്ഘാടനവും അതേപോലെ തന്നെ മുഖ്യ പ്രഭാഷണവും എല്ലാം കൊണ്ട് രാധാകൃഷ്ണ മേനോൻ്റെ ഇവിടെ ചങ്ങനാശ്ശേരിയിൽ NSSൻ്റെ നാട്ടിൽ മന്നത്ത് പത്മനാഭൻ്റെ നാട്ടിൽ ഒരു ചരിത്രം തിരുത്തി കുറിക്കും. ഇവിടെ കേരള കോൺഗ്രസ് എന്നും പറഞ്ഞും LDFനും UDFനും വേണ്ടി ഇവിടെ വന്ന് ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം തകിടം മറിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. കാരണം അത്രയ്ക്ക് ഇവിടെ പിന്നോക്ക സമുദായത്തിൽ ഭൂരിപക്ഷ സമുദായങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു സമുദായമാണെങ്കിലും മറ്റുള്ള സമുദായത്തിൽ കേരള കോൺഗ്രസ് എന്ന പാർട്ടി ഒരു സമുദായത്തിന് വേണ്ടിയാണ് ഇവിടെ വരികയും അവർ തന്നെയാണ് ജയിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും ആവേശകരമായിട്ടാണ് ഈ രാധാകൃഷ്ണ മേനോൻ്റെ ചങ്ങനാശ്ശേരിയെ ഇളക്കി മറിക്കുന്ന കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വോട്ട് ചരിത്ര സംഭവം. ഈ കേരള നിയമസഭയിൽ ഒരു MLA NDയുടെ ഉണ്ടാവുമെങ്കിൽ അത് ഇവിടുത്തെ ചങ്ങനാശ്ശേരിയിൽ നിന്നും രാധാകൃഷ്ണ മേനോൻ്റെ MLA ആയിരിക്കുമെന്ന് ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. ആൾക്കാർ ഓരോന്നും ചെത്തിച്ചു തുടങ്ങി. എന്തായാലും ഇത്തരത്തിൽ പ്രീതി നടേശൻ്റെ വാക്കുകൾ വെറും ഒരു വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ എന്ന് മാത്രമല്ല, ബോധപൂർവം അദ്ദേഹം ബുദ്ധിപരമായിട്ടും കാര്യപ്രാപ്തിയുള്ള ചിലപ്പോൾ ഇത്രയും കാലം ആ SNDPയുടെ യോഗത്തിന് ജനറൽ സെക്രട്ടറി ആയിരുന്നത് ഇതിങ്ങനെ ഒരു വനിത അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ടായിരുന്നു നമ്മൾ മനസ്സിലായപ്പോൾ അത്രയും ബുദ്ധിപരമായിട്ടും ഒരു നിലപാട് ആരെയും ഭയപ്പെടാതെ പ്രധാനമന്ത്രിയെക്കുറിച്ചും NDയെക്കുറിച്ചും അല്ലെങ്കിൽ BJPയെക്കുറിച്ചും ശക്തമായിട്ടാണ് ഇന്നത്തെ വേദിയിൽ പറഞ്ഞത്. കർമ്മ ന്യൂസ് രാമഭദ്രൻ.